ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ് സംസാരിക്കുന്നത്. ഇന്ന് ശരിക്കും നമ്മുടെ ലോകത്തിൽ നമ്മൾ ഈ രോഗത്തെക്കുറിച്ചൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ കാർന്ന് തിന്നുന്ന, അതായത് ഒരു ഞണ്ടിറക്കുന്ന പോലെ നമ്മളെ കാർന്ന് തിന്നുന്ന ഏറ്റവും വലിയൊരു സംഭവം, ഏറ്റവും വലിയൊരു രോഗം ക്യാൻസറാണ്. ഇങ്ങനെയുള്ളൊരു കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ തലമുറ, നമ്മൾ ഈ ക്യാൻസർ രോഗികളാണെങ്കിലും ആരും ആയിക്കോട്ടെ, അവരുടെ എല്ലാം പ്രതീക്ഷ നമ്മുടെ ഇനി അടുത്ത് വരുന്ന നമ്മുടെ ഒരു തലമുറ തന്നെയാണ്. കാരണം ആ തലമുറയിൽപ്പെട്ടവർ കുട്ടികൾ അവരെങ്ങനെ അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കണം, അവർക്ക് ജോലി കിട്ടണം, അവരുടെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പേരൻസ് അവർക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറാണ്. കാരണം ഇന്ന് ഒരു വീട്ടിൽ 1-2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇനി എത്ര കുട്ടികളുണ്ടോ ഒന്നും അല്ല. എത്ര മക്കളുണ്ടെങ്കിലും പേരൻസിന് ഒരിക്കലും മക്കൾ തമ്മിൽ ഒരു തിരിച്ചു വ്യത്യാസം ഉണ്ടാവത്തില്ല. കാരണം അവർ എത്രത്തോളം ഇല്ലാതായാലും നമ്മുടെ മക്കൾ ജീവിക്കണം, നമ്മുടെ മക്കൾ നല്ല രീതിക്ക് തന്നെ വരണം എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ പോക്ക്, നമ്മുടെ തലമുറയുടെ പോക്ക്, നമ്മൾ പഴയ കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുമായിരുന്നു. ഞാനൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ നഴ്സിംഗ് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കാനോ പിള്ളേരെ ബാംഗ്ലൂർക്ക് വിടാൻ പാടില്ല. ബാംഗ്ലൂരൊക്കെ ഭയങ്കര ഭയങ്കര സെറ്റായ സ്ഥലമാണ്. കാരണം ഫാസ്റ്റാണ് അവിടുത്തെ കാര്യങ്ങൾ. അവിടെ മയക്കുമരുന്നുണ്ട്, അതുണ്ട്, ഇതുണ്ട്. നമ്മുടെ കേരളത്തിൽ അതൊന്നും ഇല്ല. പക്ഷേ ഇന്ന് അങ്ങനൊന്നുമല്ല. ഇന്ന് മാംഗ്ലൂരായിക്കോട്ടെ അല്ലെ കോയമ്പത്തൂരായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, എറണാകുളം, കൊച്ചി, ഇങ്ങനെയുള്ള മെട്രോ സിറ്റികളൊന്നും നമ്മൾ മാത്രമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ വരെ സുലഭമായിട്ട് നമ്മുടെ ചെറിയ മക്കളെ വരെ വഴിതെറ്റിക്കാൻ വേണ്ടി മയക്കുമരുന്നുകൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. കാരണം ഇത് കൊണ്ടു കൊടുക്കാൻ ആൾക്കാരുണ്ടാകും, പേരൻസ് അറിയില്ല. കാരണം ഓരോ പേരൻസിൻ്റെ മനസ്സിൽ എൻ്റെ മക്കൾ അങ്ങനെ പോവില്ല, എൻ്റെ മക്കൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. കാരണം പുറത്തേക്ക് നമ്മൾ പിള്ളേരെ പഠിക്കാൻ വിട്ടാൽ ഏത് പേരൻസിൻ്റെ ഉള്ളിലും ഒരു കരട് പോലെ ഒരു കനൽ ഇങ്ങനെ ഊതി കത്തിക്കാനുള്ള ഒരു കനൽ അവിടെ കിടക്കുവാണ്. കാരണം പുറത്തേക്ക് വിട്ടാൽ എല്ലാവരും ചിന്തിക്കും. കാരണം അവർ ഫ്രണ്ട്സ് വഴിയോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, എൻ്റെ മക്കളത് ചെയ്യത്തില്ലായിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ ഇത് നമ്മൾ ഈ 10ാം ക്ലാസ്സിലോ അല്ലെ 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടം പോലെ ഈ മയക്കുമരുന്ന് പല രൂപങ്ങളിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമ്മുടെ പഴയ കാലത്ത് നമ്മളൊക്കെ പറയും, നമ്മുടെയൊക്കെ ഒരു ഈ ഒരു തലമുറയായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കുറച്ച് മുമ്പത്തെ തലമുറയായിക്കോട്ടെ, അവരൊക്കെ എല്ലാവരും ലഹരി ഉപയോഗിക്കാൻ താല്പര്യമുള്ള ജനത തന്നെയാണ് ഭൂരിപക്ഷം ആൾക്കാരും നമുക്ക് മുമ്പും കണ്ടുകൊണ്ട് വരുന്നത്. കാരണം അവരൊക്കെ ശരിക്കും ഞാൻ പറയില്ലേ, കാരണവന്മാരുടെ ഒരു മുറിവീടി അവർ വലിച്ചിട്ട ഒരു വീടി വലിച്ച് അതൊക്കെ പിന്നെ പറയും, കുറേ വർഷങ്ങൾക്ക് ശേഷം പറയും, അന്ന് എൻ്റെ ചാച്ചൻ വലിച്ചു അല്ല എൻ്റെ വല്യപ്പൻ വലിച്ചു, ഒരു ബീഡി നിലത്തിട്ടിട്ടുണ്ടായിരുന്നു, ഞാനത് വലിച്ചു. അതൊക്കെയായിരുന്നു ഏറ്റവും വലിയ ലഹരി. പക്ഷെ ആ ലഹരികളൊന്നുമല്ല ഇന്നത്തെ മക്കളുടെ ലഹരി. നമ്മുടെ ഒരു മാനസിക നിലയിൽ തന്നെ അവരുടെ ഒരു സ്വഭാവ രൂപീകരണവും മാനസിക നിലയും അവരുടെ എല്ലാം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മുഴുവൻ തകർക്കുന്ന ഒരു ലഹരി തന്നെയാണ്. പഴയ കാലത്ത് നമ്മൾ മദ്യപാനമുണ്ട്, സിഗരറ്റ് വലിയൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളെക്കാളും ഒത്തിരി ഉയർന്ന പ്രശ്നങ്ങളാണ് ഇനി ഉള്ള ലഹരി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം നമ്മൾ MDMA എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും നമുക്കൊരു രാസപദാർത്ഥം തന്നെയാണ്. അതൊക്കെ ശരിക്കും നമ്മൾ പലതരത്തിലുള്ള രസവസ്തുക്കൾ സംയോജിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് MDMA എന്നൊക്കെ പറഞ്ഞ മയക്കുമരുന്ന്. അതൊക്കെ നമ്മൾ പല രീതിയിൽ തന്നെ ഉണ്ട്. അതായത് നമുക്ക് ക്രിസ്റ്റൽ രൂപത്തിലും ചെറിയൊരു ഉപ്പിൻ്റെ പൊടിയുടെ രൂപത്തിലൊക്കെ പല രീതിയിലൊക്കെ ഉണ്ട്. അതൊക്കെ ഓൾറെഡി ഇപ്പം എവിടെ സുലഭമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനോ ഇതോ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. അത് വേറൊരു സംഭവമാണ്. ശരിക്കും നമ്മളൊരു മദ്യപിച്ച് വണ്ടി ഓടിച്ചു, ആ സ്പോട്ടിൽ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യും, നമ്മളെ പിടിക്കും. പക്ഷേ നമ്മൾ ഒരു കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ ഭൂരിപക്ഷം മക്കളും, അതായത് ഈ ഒരു യങ് ഏജിലുള്ളവരൊക്കെ ശരിക്കും നമ്മളൊരു വാഹനം ഓടിച്ച് ഈ അപകടങ്ങളൊക്കെ വരുന്നിടത്തും അവർ ശരിക്കും ഈ MDMA പോലത്തെയോ അല്ലെങ്കിൽ കഞ്ചാവൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അതൊക്കെ പഴയ ഒരു സംഭവമായിട്ടാണ് ഇന്നത്തെ മക്കൾക്ക്. അതുപോലും അല്ല. ഇതൊക്കെ നമ്മൾ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കും, ദൈവമേ, നമ്മുടെ മക്കളെ ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും. നമുക്കിത് കുറേ ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഈ ഒരു സംഭവം നമ്മുടെ മക്കളെ ഇത് ഉപയോഗിക്കുന്നത് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സംശയത്തിൻ്റെ നിഴൽ നമ്മുടെ ഉള്ളിൽ വരൂ. നമ്മുടെ മക്കൾ അത് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയിക്കാം. പക്ഷേ ആ സംശയം ചിലപ്പോൾ ശരിയാകണമെന്നില്ല കേട്ടോ. പല കാരണങ്ങൾ കൊണ്ട്, കാരണം ഡിപ്രഷനോ അല്ലെങ്കിൽ പഠിക്കുന്ന ടൈമിൽ അവരുടെ ഒരു സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു പല രീതിയിൽ തന്നെ അവർ ബിഹേവ് ചെയ്യാം. പക്ഷെ അതൊക്കെ ഉണ്ടാവാം.
പക്ഷെ അതൊന്നുമല്ല. നമ്മൾ ശരിക്കും മയക്കുമരുന്ന്, അതായത് അത് ചിലപ്പോൾ ഹെറോയിൻ ആയിരിക്കാം, അല്ലെ പിന്നെ MDMA ആയിരിക്കാം, അല്ലെ കഞ്ചാവായിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ള മയക്കുമരുന്നുകളുണ്ടല്ലോ. അപ്പം ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ അതായത് അത് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഒന്നുമില്ല, ശരിക്കും നമ്മളൊരു പേരൻസിൻ്റെ കൂടെ തന്നെ കളിച്ച് ചിരിച്ച് വളർന്ന് അവരുടെ കൂടെ കിടന്നുറങ്ങി ഒക്കെ നമ്മൾ അങ്ങനെയുള്ളൊരു മക്കളായിരിക്കാം. ചിലപ്പോൾ അവർ പുറത്ത് പോയി അവരെ ഒരു കോഴ്സിന് നമ്മൾ വിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അവർ ശരിക്കും അവരുടെ റൂം അവർ പ്രൈവറ്റായിട്ട് അവർ ഉപയോഗിക്കും. കാരണം നമ്മൾ പഴയതുപോലെയൊന്നുമല്ല, പണ്ട് നമ്മൾ ഫ്രണ്ട്സ് വീട്ടിൽ വന്നാലും ഓരോ കാര്യങ്ങൾക്കും പേരൻസിന് ഒത്തിരി സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മക്കളെ നമ്മൾ ഒത്തിരി ഓവർ സ്ട്രിക്റ്റ് ഒന്നുമല്ല വളർത്തുന്നത്. ഇന്ന് നമ്മൾ ഫ്രണ്ട്സിനെ പോലെയാണ് മക്കള്, പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്നത് ഈ മയക്കുമരുന്നാണ്. കാരണം അത് മക്കളല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. കാരണം ഇവർ റൂമിൽ കയറി കൂടുതൽ സമയം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം അവർ കൂടുതൽ സമയം അവർ റൂം അടച്ചിട്ട്, ചിലപ്പോൾ അവരുടെ ഒരു പേഴ്സണലായിട്ട് അവർക്ക് റൂം ഉണ്ടാകും, ആ റൂം അടച്ചിട്ട് തന്നെയാണ് അവർ കൂടുതൽ സമയം ആ റൂമിലിരിക്കുക. അവർ എപ്പോഴും പുറത്തോട്ട് വരാൻ വേണ്ടി, അല്ല നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ വിളിക്കുന്നു, മോനെ അല്ലെ മോളെ ഫുഡ് കഴിക്കാൻ വാ, അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അവർ പുറത്തേക്ക് വരിക. പിന്നെ അവർക്ക് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന അവർക്ക് പെട്ടെന്ന് അരിശായിരിക്കും. കാരണം നമ്മൾ ചിന്തിക്കും ഒരു ടീനേജൊക്കെ ഒരു പ്രായത്തിൽ എല്ലാവരും അങ്ങനെ ഞാൻ വലിയ ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ കഴിയും, ഞാൻ അങ്ങനെ വലുതാണ്, പേരൻസൊക്കെ മോശമാണ്, പേരൻസൊക്കെ പറയുന്ന പഴയ രീതിയിലാണ്, കാരണം ഞങ്ങളൊക്കെ ന്യൂജനാണ്, നിങ്ങൾ പഴയതാണ് എന്ന് പറയാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഭൂരിപക്ഷം പിള്ളേരും അങ്ങനെയൊക്കെ തന്നെയാണ്, ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. പക്ഷെ അതൊന്നുമല്ല, ഇതൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിനകത്ത് ചിന്തിക്കണം. പിന്നെ ഇതങ്ങോട്ട് കടന്നു വന്നിട്ട് ഇവർ ഈ രീതിയിലേക്ക് വന്നു കഴിയുമ്പം ഇവർ ചിന്തിക്കുന്നത് നമ്മൾ കുടുംബ ബന്ധങ്ങളിൽ ശരിക്കും ഒരു വിള്ളലാണ് വരുന്നത്. വിള്ളലെന്ന് പറഞ്ഞാൽ അവർ കുടുംബ ബന്ധങ്ങളെ പോലും അവർ അംഗീകരിക്കുന്നില്ല. അവർക്ക് അവരുടെ റൂം, അവരുടെ മൊബൈൽ, നമ്മൾ വിചാരിക്കുന്ന അവർ പിള്ളേർ ഫോണിൽ ഞെക്കി ഇരിക്കാന്ന് തന്നെ വിചാരിക്കും. ഏത് പേരൻസും വിചാരിക്കുന്നു രാവിലെ തൊട്ട് റൂം അടിച്ച് ഫോണിലിരിക്കുക അല്ലേ എന്ന് ചോദിക്കും ആരും. പക്ഷെ അത് അങ്ങനൊന്നും ആയിരിക്കണം എന്നില്ല, അതാണ് സത്യം. അവർ ഈ റൂം അടച്ചിരുന്നിടത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം അവർ ആ നമ്മളെ റൂമിൽ പരിധി കൂടുതൽ അവർ കയറാൻ സമ്മതിക്കത്തില്ല, അവരുടെ റൂം ചെക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം, അവർ ബാത്റൂമിൽ, നമ്മൾക്ക് ശരാശരി ഒരു വ്യക്തിക്ക് ഒരു ബാത്റൂമിൽ പോയി ഇറങ്ങേണ്ടതിനൊരു ടൈമുണ്ട്. പക്ഷെ ആ ടൈം അല്ലാതെ ഓവർ ടൈമിൽ നിങ്ങളുടെ മക്കൾ ബാത്റൂമിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം അങ്ങനെ ഒരു കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളുണ്ട്, അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട്, അത് കൊണ്ടുപോകാമെന്ന് പറയാം. ഇനി അല്ലേ, അതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾക്ക് സാധാരണക്കാർക്ക്, ഒരു വീട്ടമ്മമാർക്ക്, കാരണം അമ്മമാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മക്കളെ മനസ്സിലാക്കാനും മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുക. പക്ഷേ നമ്മൾ ഈ സാധാരണക്കാർ വീട്ടമ്മമാർക്ക് ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. കാരണം അവരെ ഇതൊന്നും കണ്ടിട്ടില്ല. അവരാകപ്പാടെ അത്യാവശ്യം സിഗരറ്റ് വലിക്കുന്ന ഒരു ഭർത്താവിനെയോ അല്ലെങ്കിൽ കള്ളു കുടിക്കുന്ന ഒരു ഭർത്താവിനെയോ അല്ല അങ്ങനെ ഒരു അച്ഛനെയോ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൊരു പരിധികളും കാര്യങ്ങളൊക്കെ ഇവർക്കുള്ളൂ. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാനിപ്പോൾ തന്നെ ഓർക്കുവാണ്, എൻ്റെ ഒരു ഐഡിയയിലൊക്കെ കഞ്ചാവ് എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി 1-2 വ്യക്തികൾ എൻ്റെ മൈൻഡിലുണ്ട്. കാരണം അവരൊക്കെ അബ്നോർമലായിട്ട് ഇങ്ങനെ സമൂഹത്തിൽ അങ്ങനെ അബ്നോർമലായിട്ട് ഒരു കാര്യങ്ങൾ അവർക്ക് പറ്റാതെ അവർ ശരിക്കും ഭ്രാന്തൻ ഉള്ള രീതിയിലേക്ക് നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അവരെ ഒക്കെ ഒരു ലിമിറ്റായിട്ട് അവരങ്ങ് നിൽക്കും. എല്ലാ കാര്യങ്ങളും അവരെ അപ്ഡേറ്റാണ്, അവരെ ലിമിറ്റായിട്ട് അവർ നിൽക്കും. അവരുടെ മൈൻഡിൻ്റെ പ്രോബ്ലം മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. അത് ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് ഒന്നുമില്ല. ഈ ലോകത്ത് അവർക്ക് ഒന്നുമില്ല. അമ്മ വലുതല്ല, അപ്പം വലുതല്ല, ഇവിടുത്തെ പ്രശ്നങ്ങൾ വലുതല്ല, ഒന്നുമല്ല. അവർക്ക് ഏറ്റവും വലുത് അവരുടെ ഫ്രണ്ട്സ്. അതായത് ഈ രീതിയിലുള്ള ഈ ഒരു സംഭവം കൂടി അവർക്ക് നടക്കണം. ഈ ഒരു കഞ്ചാവ് വലിക്കുക, അല്ലെങ്കിൽ ഈ ഹെറോയിൻ, അങ്ങനത്തെ ഹാഷിഷ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ അവർ വലിക്കുക. അപ്പോൾ അവർക്ക് അതിനൊക്കെ പല പേരുകൾ ഉണ്ടാകാം. ചിലപ്പോൾ അവർ പറയും, ഇപ്പം നമുക്കിപ്പം ജസ്റ്റ് പിള്ളേർ നമ്മൾ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ ചെവി കൂർപ്പിച്ച് ജസ്റ്റ് നോക്കണം. കാരണം അമ്മമാരായിക്കോട്ടെ അപ്പന്മാരായിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം അവർ ചിലപ്പോൾ പറയും, നമ്മൾ സാധനം വന്നോ, അല്ലെങ്കിൽ നമ്മുടെ എന്നാ പറയുക, ഒരു പേപ്പർ വന്നോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവാം. അപ്പം നമുക്ക് ചിലപ്പോൾ അതൊന്നും മനസ്സിലായെന്ന് വരില്ല. അതൊക്കെ നമ്മൾ ചെവി കൂർപ്പിച്ച് തന്നെ ഇരിക്കണം.
കാരണം അവർ ഈ പേപ്പർ എന്ന് പറയുന്നത് ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒത്തിരി കാര്യങ്ങളാണ്. നമ്മൾ റൂമിൽ അവരുടെ ചെക്ക് ചെയ്യുന്നിടത്ത് നമ്മൾ ചിന്തിക്കുക ചെറിയ ചെറിയ പേപ്പേഴ്സ്. കാരണം ഇതിങ്ങനെ അവർക്ക് മേടിക്കാൻ വേണ്ടി തന്നെ സെപ്പറേറ്റ് ഇതൊക്കെ വലിക്കാനുള്ള സംഭവം ചുരുട്ടി വലിക്കാനുള്ള പേപ്പേഴ്സ് വേറെ തന്നെ കിട്ടും. അപ്പം അതൊക്കെ തീർന്നു പോകുമ്പം അവരാശ്രയിക്കുന്ന ജസ്റ്റ് പറയുവാണെങ്കിൽ ഒരു എന്നാ പറയുക ഒരു നമ്മുടെ നോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതൊക്കെ ഒരു നോട്ട് മടക്കുന്ന രീതിയിലല്ല. ഇപ്പം നമ്മൾ ഈ ഒരു ശരിക്കും ഒരു കാലി പേപ്പർ ആണെന്ന് തന്നെ വിചാരിക്കുക. ഈ കാലി പേപ്പർ ശരിക്കും നമ്മളൊരു നോട്ടാണെങ്കിൽ നമ്മളിങ്ങനെയാണ് മടക്കുക, ഇങ്ങനെ മടക്കിയാണ് കീശയിലിടുക. പക്ഷെ ആ മടക്ക് പോലും നമ്മളൊരു പേരൻസ് ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം അവർ മടക്കുന്നത് ഈ ഒരു രീതിയിൽ ചുരുട്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ അവരിങ്ങനെ ചുരുട്ടുകയാണ്. ഇങ്ങനെ ചുരുട്ടിയിട്ടാണ് അവർ ഇത് വലിക്കുന്നത്. ഇതൊക്കെയാണ് അവരുടെ ഒരു സംഭവം. ഇത് ചെറിയ ഞാൻ മടക്കുന്ന പോലെയല്ല, കുറച്ചും കൂടെ ഒരു ഇതായിട്ട് അവർക്കറിയാം അതൊക്കെ ചെയ്യാൻ. അപ്പം ഈ ഒരു സംഭവം വരെ ഇങ്ങനെ വരെ റൂമിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മൾക്ക് ഒത്തിരി റൂമിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പെന്നിൻ്റെ പകുതി ഒക്കെ ഉപയോഗിച്ച് കളഞ്ഞ പെന്നൊക്കെ ഇഷ്ടം പോലെ റൂമിൽ ചിലപ്പോൾ ഉണ്ടാവാം. കാരണം ആ പെന്നിൻ്റെ പകുതി വെച്ചിട്ട് അവർ കട്ട് ചെയ്ത് പകുതിയൊക്കെ ആയിട്ട് ചെറിയൊരു ഓൾസൊക്കെ ഉണ്ടാകാം. ഇതൊക്കെ ഇതിങ്ങനത്തെ പല രീതിയിലുള്ള അവരുടെ ഉപയോഗത്തിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ നമ്മൾ കഞ്ചാവ് വലിക്കുകയോ അല്ലെ പല രീതിക്ക് ഉണ്ടാകാം. പിന്നെ അത് പല രീതിയിൽ അവർ വലിക്കും. ചിലപ്പോൾ നമ്മുടെ റൂമിൽ ബോട്ടിൽസ് ഉണ്ടാവാം. കാരണം ആ ബോട്ടിൽസ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 20 രൂപയുടെ വെള്ളക്കുപ്പി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെൻറ്ററൊക്കെ കട്ട് ചെയ്ത് അതിനുള്ളിൽ ഈ പൈപ്പ് പോലത്തെ സംഭവമൊക്കെ കയറ്റി അങ്ങനെ വെച്ചിട്ട് വലിക്കുന്നവരുണ്ട്. അത് പേനായുടെ ഇതായിക്കോട്ടെ അങ്ങനെയൊക്കെ വെച്ചിട്ട് വലിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ മക്കളൊക്കെ റൂമിൽ വന്ന് പോകുന്നിടത്തും അല്ലാതെ പുറത്തുനിന്ന് പഠിച്ച് വന്ന് പോകുന്നിടത്തും ഒക്കെ. കാരണം അവർക്കെല്ലാം ചിലപ്പോൾ ഒളിക്കാൻ പറ്റിയെന്ന് വരില്ല. ചില കാര്യങ്ങളൊക്കെ അവർ ഒളിക്കും. അവർ ആ ടൈമിൽ അവർക്ക് ഒളിക്കാൻ പറ്റില്ല. അവർ നമ്മൾ വീട്ടിൽ വന്ന് അവർ തിരിച്ചു പോകുമ്പം അവരെല്ലാം ക്ലീനും ക്ലിയറൊക്കെ ആക്കിയിട്ടേ പോകത്തുള്ളൂ. പക്ഷേ എങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില സിംറ്റംസ് ഒക്കെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് എല്ലാ പേരൻസും ശ്രദ്ധിക്കുക. പിന്നെ അവരെ വെക്കണ കുറേ പിന്നെ ബെഡിൻ്റെ അടിയിൽ. പിന്നെ നമ്മൾ ശരിക്കും അവരുടെ റൂമിൽ സിഗരറ്റിൻ്റെ മണമൊക്കെ ഉണ്ട്, എങ്ങനെ തിരിയും? സിഗരറ്റിൻ്റെ മണം നമുക്ക് റൂമിലേക്ക് വരുന്നുണ്ടെങ്കിൽ അപ്പം അയ്യോ വിഷമിച്ചു, എൻ്റെ മകൻ ഒന്ന് സിഗരറ്റ് വലിച്ചു പോയി എന്നല്ല നമ്മൾ ചിന്തിക്കണ്ടേ. കാരണം ആ സിഗരറ്റ് വലിക്കുന്നതിനേക്കാളും 100 വട്ടം അല്ലെ 1000കണക്കിന് അപകടകരമായ സംഭവങ്ങളായിരിക്കാം ചിലപ്പോൾ അവർ വലിച്ചേക്കുന്നത്. കാരണം നമ്മൾ സിഗരറ്റ് ആണെങ്കിലും നമ്മൾ വലിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് വെച്ചത് പല രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങളും അതൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ റൂമിൽ നിന്ന് സിഗരറ്റിൻ്റെ മണമുണ്ടേ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ശരി നമ്മൾ റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ തലോണ ബെഡിൻ്റെ അടിയോ അല്ലെങ്കിൽ കബോർഡുകളോ അവർ ഒളിച്ചു വെക്കുന്ന പല സ്ഥലങ്ങളുണ്ടാവാം. അതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ പച്ചല പോലത്തെ പച്ചല എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ രീതിയിൽ അത് ചിലപ്പം കഞ്ചാവിൻ്റെ ആയിരിക്കാം. കഞ്ചാവിൻ്റെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെതായ നമ്മൾ ഈ ഗൂഗിളൊക്കെ അടിച്ച് സെർച്ച് ചെയ്ത് നമുക്ക് കഞ്ചാവൊന്നും ഞാനത് കണ്ടിട്ടില്ല എനിക്ക് അറിയില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമ്മളിത് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് ഏകദേശം അറിയാം കഞ്ചാവ് എന്താണ്, അല്ലെ കഞ്ചാവിൻ്റെ ഏത് രീതിയാണ് കഞ്ചാവിൻ്റെ ഒരു പിന്നെ എന്നാ പറയുക സ്ട്രക്ചർ, അതൊക്കെ നമുക്ക് തിരിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പല രീതിയിലുണ്ട്. കഞ്ചാവ് മാത്രമൊന്നുമല്ല, അങ്ങനത്തെ പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് ചിലപ്പോൾ അവരോട് ഇതൊന്നും പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇതൊക്കെ മുമ്പോട്ട് പോകുമ്പം അവരുടെ ബ്രെയിനിൻ്റെ അവസ്ഥ ഈ ഒരു രീതി അനുസരിച്ച് തന്നെ മാറുകയാണ്. കാരണം അവർക്ക് പിന്നെ പേരൻസ് ഇല്ല, ആരുമില്ല, പെട്ടെന്ന് പൊട്ടിത്തെറിയായി ദേഷ്യങ്ങളായി എങ്കിലും അവർക്ക് സന്തോഷമുണ്ടോ? ഒന്നുമില്ല. കാരണം അവർക്ക് പൈസ വേണം. ഈ പഠിക്കുന്നവരാണേലും അവർക്ക് ക്ലാസ്സിൽ കറക്റ്റ് പോകാൻ പറ്റില്ല. കാരണം രാവിലെ അവർ ഒരിക്കലും എഴുന്നേൽക്കുകയല്ല, അവർ ക്ലാസ്സിൽ പോവുകയല്ല. നമ്മൾ ടീച്ചേഴ്സിനോടും കൂടെ അന്വേഷിച്ച് നോക്കണം, ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കണം. കാരണം ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലല്ല കുഞ്ഞുമക്കളുള്ളത്. കുഞ്ഞുമക്കളായിക്കോട്ടെ ഏത് മക്കളായിക്കോട്ടെ നമ്മുടെ കയ്യിലല്ല. അവർക്ക് ടീച്ചേഴ്സിനറിയാം അവരുടെ ഫ്രണ്ട്സ് ആരാണ്, അവർ ക്ലാസ്സിൽ ഏതൊക്കെ സമയങ്ങളിൽ വരുന്നുണ്ട്, അവരെങ്ങനെയാണ് ക്ലാസ്സിലിരിക്കുന്നത്, ഓരോ കാര്യങ്ങളെക്കുറിച്ചും ടീച്ചേഴ്സിനറിയാം. അപ്പം നമ്മൾ ഏത് പേരൻസ് ആണേലും മക്കളെ പുറത്ത് പഠിക്കാൻ വിട്ടാൽ മാത്രം പോരാ, അല്ലെ എവിടെ പഠിക്കാൻ വിട്ടാലും പോരാ, അവരന്വേഷിച്ചുകൊണ്ടിരിക്കണം എൻ്റെ കുഞ്ഞെങ്ങനെയാണ്. കാരണം അവർ ടീച്ചേഴ്സ് പറയുന്നിടത്ത് അവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. അവർക്ക് 1000കണക്കിന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരാ. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു നമ്മൾ പറയുമ്പോൾ അവരത് ചെക്ക് ചെയ്യും, അവരത് നോക്കും. കാരണം നമ്മൾ വീട്ടിൽ നമ്മളാണ് അമ്മയെങ്കിൽ, നമ്മളാണ് അപ്പനെങ്കിൽ, നമ്മൾ ബാക്കി എല്ലാ ടൈമിലും അപ്പൻ്റെ അമ്മയുടെ സെയിം അവസ്ഥ ആ ടീച്ചേഴ്സ് തന്നെയാണ് വഹിക്കുന്നത്. അപ്പം അവരോട് നമുക്കത് ചോദിച്ചിട്ട് നമ്മൾ അതനുസരിച്ചൊക്കെ ചെയ്യണം. പിന്നെ ഇവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലൊക്കെ ഓൾറെഡി എല്ലാ കാര്യങ്ങളും തന്നെ ഇവർക്കൊരു മടുപ്പായിരിക്കും. കാരണം നമ്മുടെ ബന്ധുക്കളൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ നമ്മൾ പറയും മോനെ
പണ്ടൊക്കെ നമ്മൾ എല്ലാം റിലേഷനിൽ പെട്ടവരൊക്കെ വരുമ്പം ഇവർ ഓടി ഇറങ്ങി വരുമ്പോൾ ചിരിക്കുകയും കളിക്കുകയും ചേർത്ത് എന്തെങ്കിലും ആകട്ടെ എനിക്കിതൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് അവർ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ വേണ്ടി അവർ ശ്രമിക്കും. ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് ഇവരിലേക്ക് തന്നെ ഒതുങ്ങും, ഇവരുടെ ഫ്രണ്ട്സിലേക്ക് ഒതുങ്ങുന്നു. പിന്നെ ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അരിശം വരുന്നിടത്ത് അവർക്ക് പറയാൻ ന്യായങ്ങളുണ്ടാകും, കാര്യങ്ങളുണ്ടാകും. അവരപ്പനാണെന്നോ അമ്മയാണെന്നോ നോക്കാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഉപദ്രവവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം, അക്രമവാസനയൊക്കെ ഉണ്ടാകാം. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പേരൻസ് ഷോക്കാകുകയല്ല ചെയ്യേണ്ടത്, നമ്മളിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുകയാണ്. എൻ്റെ മോൻ ഇങ്ങനെയല്ലായിരുന്നു, അല്ല എൻ്റെ മോൾ ഇങ്ങനെയല്ലായിരുന്നു, പെട്ടെന്ന് എങ്ങനെയാണ് മാറിയത്. അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പം ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതിനേക്കാൾ നമുക്ക് ഇത് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളൊരു സംഭവത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഇഷ്ടം പോലെ സാഹചര്യങ്ങളുണ്ട്. അവർക്ക് കൗൺസിലിംഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇനിയും മരുന്ന് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചെയ്യണം. അതൊക്കെ അതിൻ്റെതായ രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഇനിയത്തെ തലമുറ അല്ലെങ്കിൽ ലഹരിയിൽപ്പെട്ട് വലിയ വലിയ പ്രശ്നങ്ങളാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ഈ കാണുന്നിടത്തും ലഹരി കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളൊക്കെ ചിന്തിക്കും എന്തോരം അപകടങ്ങൾ വരുന്നു, എന്തോരം പ്രശ്നങ്ങൾ വരുന്നു. കാരണം അവരെ കൊല്ലുന്നു, ഇവരെ കൊല്ലുന്നു, ചേട്ടനെ കൊല്ലുന്നു, അനിയനെ കൊല്ലുന്നു, ഫ്രണ്ട്സിനെ കൊല്ലുന്നു, കാമുകിയെ കൊല്ലുന്നു, ഇതൊക്കെ നടക്കുവാണിന്ന്. അപ്പം ഇത് ഉപയോഗിക്കുന്ന ഒരു ടൈമിൽ ഇവർക്ക് വേറൊരു നിർണായകമായ ഒരു സംഭവമാണ്. ഈ ഒരു ടൈമിൽ മാത്രം ഇവരിങ്ങനെ നിൽക്കുവാണ്, ഇവർ ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ കെട്ടുവിട്ട് കഴിയുമ്പോൾ പിന്നെ ഇവർ ഡിപ്രഷനിലേക്കാണ് വരിക. കാരണം ഇവർക്ക് ഒരിക്കലും സന്തോഷമില്ല. ഇവർക്ക് ഉണ്ടാക്കണം എന്നുണ്ട്, പൈസ ഉണ്ടാക്കണം എന്നുണ്ട്. പക്ഷെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ടൈമിൽ ഇവർക്ക് ചിന്ത മാത്രമേ ഉള്ളൂ, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരെപ്പോഴും ഇതിലേക്ക് അഡിക്റ്റഡ് തന്നെയാണ്. കാരണം ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പേരൻസ് ആണെങ്കിലും വിവേകത്തോടു കൂടി പെരുമാറുക. അല്ലാതെ നീ ലഹരി അടിച്ചോ, നീ അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചല്ല. അവർ നല്ല രീതിയിൽ തന്നെ നമ്മൾ മക്കളെ ആയിക്കോട്ടെ തിരിച്ചു കൊണ്ടുവരാം. മക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെയോ നമ്മൾ ഫ്രണ്ട്സിനെയോ ഒക്കെ ആയിക്കോട്ടെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ കൗൺസിലിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. നമ്മളിപ്പം നമുക്ക് നിയമപരമായിട്ട് പല സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റിക്കൊണ്ട് വരാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ നോക്കി നമ്മൾ തിരുത്തി നമ്മൾ നല്ല രീതിക്ക് തന്നെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നമ്മളും കൂടെ വിചാരിക്കണം, ശ്രമിക്കാം. കാരണം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടും പറയണം, എല്ലാവരോടും പറയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയില്ലാത്തവർക്ക് അറിവിലേക്ക് പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക. നല്ല രീതിക്ക് തന്നെ നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ കാണാം.